So hi guys and welcome to Geoid. So ഇന്ന് നമ്മൾ നമ്മുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് തുടങ്ങുകയാണ് ആൻഡ് ദിസ് ഇസ് കോൾഡ് ജിയോയിഡ് കറണ്ട് അഫയേഴ്സ് ടോപ്പ് ലൈൻ. സോ ഇവിടെ നമ്മൾ കുറച്ച് ഇന്റർനാഷണൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു മേജർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആണ്, വിച്ച് ഇസ് അമേരിക്കയുടെ അറ്റാക്ക്, വെനിസ്വേലയുടെ മേലുള്ള ആ ഒരു മിലിറ്ററി അറ്റാക്ക് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതും അതേപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറോനെയും പുള്ളിയുടെ വൈഫിനെയും ട്രംപ് അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തിട്ട് പോയി. ഓക്കെ, സോ ദിസ് ന്യൂസ് ഇസ് റിലേറ്റഡ് വിത്ത് ദി അബ്ഡക്ഷൻ ഓഫ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. സോ ഈ ഒരു ഇൻസിഡന്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇത് വെറും ഒരു ന്യൂസ് ആയിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ഒരാൾക്ക് ഇന്റർനാഷണൽ ലോസിനൊന്നും ഒരു തരത്തിലുള്ള വിലയില്ല. ഓക്കെ, അതായത് ഇന്റർനാഷണൽ ലോസിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ട്രംപ് അവിടെ നിന്ന് പ്രസിഡന്റിനെ പിടിച്ചിട്ട് പോയത്. അത് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സോവറിറ്റിയും ഡെമോക്രസിയെയും ചോദ്യം ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു രാജ്യത്തിന് മാത്രമല്ല, ഇത് ഗ്ലോബൽ സ്റ്റെബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നമ്മുടെ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ ആ ഒരു സോവറിറ്റിയെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കയോട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ UN-ന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാതെയൊന്നും ഒരു രാജ്യത്തിന് മേലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ട്രംപ് മാത്രമല്ല, ഇപ്പോൾ പുതിനാണെന്നുണ്ടെങ്കിലും നെതന്യാഹു ആണെന്നുണ്ടെങ്കിലും ആരും അപ്രൂവൽ ഒന്നും വാങ്ങിക്കാറില്ല. എന്നാലും ദെൻ UN-ന്റെ ചാർട്ടർ ഉണ്ട്, ആർട്ടിക്കിൾ 2.4 ഉണ്ട്. അതിനും ഒരു തരത്തിലുള്ള ഒരു വിലയും ട്രംപ് ഇവിടെ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ പേപ്പർ 2 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി സൈഡിലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു എക്സിക്യൂട്ടീവ് ഓവർ റീച്ചിനെ പറ്റിയിട്ടുള്ള ആ ഒരു ചോദ്യം UPSCയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഏരിയ ആണത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ലെജിസ്ലേറ്റീവ് കൺട്രോൾ, അതായത് വാർ പവേഴ്സിന് മേലെയുള്ള ആ ഒരു ലെജിസ്ലേറ്റീവ് കൺട്രോൾ പാർട്ടിലും നമുക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, so let's analyze this issue very calmly, factually and from a civil service perspective നമുക്ക് ഈ ഒരു ന്യൂസിനെ ഒന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഇന്റർനാഷണൽ ലോന്റെ ആ ഒരു വയലേഷനാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലോ മാത്രമല്ല, US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇവിടെ ട്രംപ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിന്റെ ആ ഒരു ലീഗൽ ആസ്പെക്റ്റിലോട്ട് നമുക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, അതായത് അണ്ടർ ദി US കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ആ ഒരു കോൺഗ്രസിന് മാത്രമാണ് ഒരു വാർ ഓതറൈസ് ചെയ്യാനുള്ള ആ ഒരു പവർ ഉള്ളൂ. ഒരിക്കലും പ്രസിഡന്റിന് ഇവിടെ ഒറ്റയ്ക്ക് ഒരു വാറിൽ തീരുമാനം എടുക്കാനുള്ള ഒരു തരത്തിലുള്ള പവറും ഇല്ല. സോ അമേരിക്കയിലെ കോൺഗ്രസ് എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചാണ്. ഓക്കെ, അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ടീമാണ്. അതായത് അവിടെ 2 ടീമുണ്ട്, ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും മറ്റത് സെനറ്റും. സോ ഇവിടെ ഈ 2 ആൾക്കാരുടെ സമ്മതവും കിട്ടാണ്ടൊന്നും ഒരു തരത്തിലും, പ്രത്യേകിച്ച് വാർ പോലുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരവും പ്രസിഡന്റിന് ഇല്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് നേരെ പറയുന്നുണ്ട്, US കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതേപോലെ തന്നെ ഒരു വാർ പവർ റെസൊല്യൂഷൻ ഉണ്ട് 1973. സോ അതിലും പറയുന്നുണ്ട്, അതായത് കോൺഗ്രസിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് പ്രസിഡന്റിനൊന്നും ഇങ്ങനെ ഒരു മിലിറ്ററി ആക്ഷനിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു തരത്തിലുള്ള അധികാരമില്ല. സോ ഇവിടുത്തെ ഈ ഒരു കേസിൽ ഒരു തരത്തിലുള്ള അപ്രൂവലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ട്രംപിന് കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇന്റർനാഷണൽ ലോന്റെ പെർസ്പെക്റ്റീവിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ, ആർട്ടിക്കിൾ 2.4 എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ചാർട്ടർ ഉണ്ട്. സോ അതിൽ ക്ലിയർലി പറയുന്നുണ്ട്, ഒരു രാജ്യത്തിനെതിരെ, അതായത് ഒരു രാജ്യത്തിന്റെ ആ ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിനെതിരെയോ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൽ 2 കണ്ടീഷൻ, ഒരു എക്സംഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, സെൽഫ് ഡിഫൻസ് ആയിട്ട് നമുക്ക് ആ ഒരു മിലിറ്ററി പവർ ഉപയോഗിക്കാം. ഓക്കെ, സെൽഫ് ഡിഫൻസിന്. അല്ലാന്നുണ്ടെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഓതറൈസേഷൻ വേണം. ഇവിടെ 2 കണ്ടീഷനും നോക്കുന്നില്ല. ഓക്കെ, ഹെൻസ് അതായത് ഒരുപാട് എക്സ്പേർട്സ് പറയുന്നത് ഇത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലോന്റെ അണ്ടറിൽ വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. രണ്ടാമത്തെ കാര്യം, വെനിസ്വേല പോലെയുള്ള ഒരു രാജ്യം ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു ഡയറക്റ്റ് ത്രെട്ട് ഒന്നുമല്ല. അമേരിക്ക പോലെ ഇത്രയും വലിയൊരു രാജ്യത്തിനെ വെല്ലുവിളിക്കാൻ പോകുന്ന ശക്തിയൊന്നും വെനിസ്വേലയ്ക്ക് ഇല്ല. ഓക്കെ, ആ ഒരു ത്രെട്ടിന്റെ പെർസെപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വെനിസ്വേല ഒരിക്കലും അമേരിക്ക അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുമില്ല, അവരെ ത്രട്ടൺ ചെയ്തിട്ടുമില്ല. ഓക്കെ, അതായത് ഒരു തരത്തിലുള്ള ഒരു ഇമിനന്റ് ഡേഞ്ചറും ഇവിടെ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിലിറ്ററി ആക്ഷനെ നമുക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും പിന്നെയും ഒന്ന് പറയാം. സോ അമേരിക്കൻ ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു അറ്റാക്ക് ഞങ്ങൾ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് തടയാനാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഡ്രഗ് ട്രാഫിക്കിംഗ് സൈഡാണ് ഇവിടെ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്.
പ്രത്യേകിച്ച് ഫെൻറ്റനിൽ എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ്, ഈ ഫെൻറ്റനിൽ എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ്, ഒന്നാമത്തെ കാര്യം ഇത് വരുന്നത് വെനസ്വേലയിൽ നിന്നല്ല. ഓക്കെ, ഫെൻനിൽ എന്ന് പറയുന്ന ഡ്രഗ് വരുന്നത് വെനസ്വേലയിൽ നിന്നല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, ഈ പെൻസിൽവാനിയ പോലെയുള്ള അമേരിക്കയിലെ ചില സ്റ്റേറ്റ്സിലെല്ലാം ഈ ഫെൻനിൽ പോലെയുള്ള സാധനം ഇതൊരു സോംബി ഡ്രഗാണ്. ഓക്കെ, സോ ഇതടിച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം ഈ ഇടയിൽ വൺ ട്രെൻഡിങ് ആയിരുന്നു. അവിടെ പോലീസ് എല്ലാം നടന്നു പോകുമ്പോൾ പബ്ലിക്കായിട്ടാണ് ആൾക്കാർ ഈ സാധനം യൂസ് ചെയ്യുന്നത്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ അവിടെയും ഗവൺമെന്റ് തന്നെയാണ് അവിടുത്തെ ആ ഒരു ഡ്രഗിനെ ഫണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫെൻറ്റനിലിനെ ഫണ്ട് ചെയ്യുന്നത് ട്രംപിന്റെ ഗവൺമെന്റാണ്. അതൊരിക്കലും വരുന്നത് വെനസ്വേലയിൽ നിന്നല്ല. ഓക്കെ, അതേപോലെ തന്നെ ഒരു മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഡ്രഗ് അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണല്ലേ, അതൊരിക്കലും ഒരു മിലിറ്ററി ഇഷ്യൂ അല്ല. സോ ഇതിന്റെ പേരിൽ ഒരു കൺട്രിയെ ബോംബ് ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഓക്കെ, അതൊരിക്കലും അമേരിക്കയിലുള്ള ഡ്രഗ് ഡിമാൻഡിനെ കുറയ്ക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അമേരിക്ക എപ്പോഴും എടുത്തു പറയുന്ന ഒരു സാധനമാണ് ഈ വാർ ഓൺ ഡ്രഗ്സ് എന്നുള്ളത്. അതായത് ഇവരാണ് എല്ലാത്തിനെയും ടോപ്പിൽ നിൽക്കുന്നത് ഇവരാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കി എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഫണ്ടിങ് അവിടെ ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഫണ്ടിങ് ഉണ്ട്. എന്നിട്ടും കൂടി ഇവർ പറയും ഇവര് ഈ ഒരു വാർ ഓൺ ഡ്രഗ്സ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ മേലെ കയറാൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് വളരെയധികം ക്ലിയർ ആണ്. അതായത് ഈ പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിന് നേരെയും മൈനോറിറ്റീസിന് നേരെയൊക്കെയാണ് ഇവരുടെ ഈ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുന്നത്. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള ഒരു വയലൻസ് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ആണ്. ഓക്കെ, അതായത് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ട് കൂടി ഈ ഡ്രഗ് ഓവർഡോസ് ആയിട്ട് മരിക്കുന്ന ആൾക്കാരുടെ ഇതിൽ വലിയ കുറവൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ചരിത്രം തന്നെ പറയുന്നത് ഈ ഒരു മിലിറ്ററൈസേഷൻ കൊണ്ട് ഒരിക്കലും ഡ്രഗ് ട്രാഫിക്കിംഗ് കുറയില്ല. ഓക്കെ, അത് ആ ഒരു ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുക, അത് കുറച്ചും കൂടി വേഴ്സൺ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ വെനസ്വേല ഒക്കെ അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവിടെ ക്രിമിനൽ നെറ്റ്വർക്കുകളാണ് അവിടെ ഉയർന്നു വരുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഡെമോക്രസിയോ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നും അല്ല. US ക്ലെയിം ചെയ്യുന്നത് ഇത് അവരുടെ ആ ഒരു ഡെമോക്രസിയെ, ഞങ്ങൾ വെനസ്വേലയുടെ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യാനാണ്, അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് മറ്റൊരു പോയിന്റ് വയ്ക്കുന്നത്. പക്ഷേ ഇതൊരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. അതായത് ഇപ്പൊ മഡൂറോനെ അവിടെ നിന്ന് അവർ പിടിച്ചിട്ട് പോയെങ്കിൽ കൂടി അവിടുത്തെ ഗവൺമെന്റ് ദേ സ്റ്റിൽ ഫങ്ഷൻസ് അല്ലേ. ഇപ്പോൾ പവർ ഒരിക്കലും ഒപ്പോസിഷന്റെ കയ്യിലോട്ടൊന്നും പോയിട്ടില്ല, അവരുടെ പാർട്ടിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ വെനസ്വേലൻ പീപ്പിള് ദേ വർ നോട്ട് കൺസൾട്ടഡ് ഹിയർ. ഓക്കെ, അതായത് ഈ ഒരു ഡെമോക്രസി നമുക്ക് ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് അവിടെ ഒരു ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശരിക്കുള്ള പൊളിറ്റിക്കൽ ചേഞ്ച് എങ്ങനെയാണ് വരേണ്ടത്, അത് ആ ഒരു ഇന്റേണൽ ഡെമോക്രാറ്റിക് പ്രോസസ്സ് വഴിയാണ് വരേണ്ടത്, ഒരിക്കലും ഒരു ഫോറിൻ ഇന്റർവെൻഷൻ വഴിയല്ല. ഇപ്പോൾ അക്രോസ് വെനസ്വേല നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും വർക്കേഴ്സും എല്ലാം ദേ കണ്ടിന്യൂ ടു ഡിമാൻഡ് റൈറ്റ്സ്. ഓക്കെ, അതായത് അവരുടെ സ്ട്രഗിൾ ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ എ ഫോറിൻ ബോംബ് അല്ലേ. ഇവിടെ മെയിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഒന്ന് ഓയിലാണ്. ഓക്കെ, ഓയിലും അതേപോലെ തന്നെ റീജിയണൽ കൺട്രോളും ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ട്രംപിന്റെ ആ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദ കോർ ഇഷ്യൂ. നൗ കംസ് ദ കോർ ഇഷ്യൂ. വെനിസുലയുടെ കയ്യിൽ വേൾഡിലെ ലാർജസ്റ്റ് ഓയിൽ റിസർവ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ റിസർവ്സ് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, അതായത് US ലീഡേഴ്സ് ഇതിനെ പറ്റിയിട്ട് മുമ്പും ഇവർ ചെറിയ ചെറിയ സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് പറയുന്നത് ഞങ്ങളാണ് രാജ്യം ഇനി ഭരിക്കാൻ പോകുന്നതാണ് ട്രംപ് പറയുന്നത്. ഓക്കെ, അമേരിക്ക ഈസ് സെയിങ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു റൺ ദ കൺട്രി. ഓക്കെ, അതേപോലെ വെനസ്വേലയുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളാണ്, ആ ഓയിൽ റിസോഴ്സസ് ഞങ്ങൾ സീസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രംപ് പറയുന്നത്. സോ ഇതന്നെയാണ്, ഇത് ക്ലിയർലി എക്സ്പോസ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു റിയൽ മോട്ടീവ് എന്താണെന്നുള്ളത്. ഇത് ക്ലിയർലി ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഡോമിനൻസിന് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് അമേരിക്കയുടെ ആ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡേഞ്ചറസ് പാറ്റേൺ നമ്മളിവിടെ മനസ്സിലാക്കണം. ഈ അമേരിക്ക അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ആവശ്യമില്ലാണ്ട് കുറേ സ്ഥലത്ത് പോയിട്ട് തലയിടും. ഓക്കെ, അതവരുടെ ആ ഒരു ചരിത്രത്തിലുള്ളതാണ്. നമുക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണും. ഇപ്പോൾ വിയറ്റ്നാമിലാണെന്നുണ്ടെങ്കിലും ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, 80s ലാറ്റിൻ അമേരിക്കയിലെല്ലാം ഒരു കാര്യമില്ലാണ്ടാണ് ഇപ്പോൾ കയറി ചെന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ സമയത്തും ഇവരുടെ ഇന്റർവെൻഷൻസ് ഇവരവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താണ്, അതായത് ടെമ്പററി ചെറുതായിട്ടൊന്ന് ഞങ്ങളൊന്ന് അവിടെ കയറി ചില കാര്യങ്ങളൊന്ന് മാറ്റാൻ പോയതാണ്, ടെമ്പററി, ഒരു ആവശ്യമില്ലാണ്ടാണ്. ഓക്കെ, ഒരു തരത്തിലും ആവശ്യമുള്ളതൊന്നല്ല. ഇവര് കാരണമാണ് നമുക്ക് പറയാം ഈ വലിയ വലിയ യുദ്ധങ്ങളെല്ലാം തുടങ്ങുന്നതിൽ ഒരു മേജർ പങ്ക് ഇവർക്കുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഒരുപാട് ആൾക്കാർ മരിക്കും, മൈഗ്രേഷൻ, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ അവിടെ നടക്കും, എക്കണോമിക് കൊളാപ്സ് ആവും. ഓക്കെ, അപ്പോൾ ചരിത്രം പറയുന്നത് ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ മിലിറ്ററി ഇന്റർവെൻഷൻസ് ആണ് പിന്നീട് ആ ഒരു കെയോസ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതൊരിക്കലും സമാധാനം കൊണ്ടുവരില്ല. സോ ഇപ്പോൾ ഗ്ലോബലി ഉള്ള രാജ്യങ്ങൾക്കെല്ലാം, ഗ്ലോബലി ആൾക്കാർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഗ്ലോബലി മാത്രമല്ല, ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയുടെ സെനറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മിലിറ്ററി ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഞങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ട്രംപ് അതിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അമേരിക്കയുടെ സെനറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി ഇപ്പോൾ ട്രംപ് അല്ലാണ്ടുള്ള ബാക്കിയുള്ള അമേരിക്കൻസ് ഒന്നും ഈ ഒരു വാർ ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അത് നമുക്ക് അവരുടെ ആ ഒരു ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും പിന്നെ ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലുള്ള ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂട്ടുക, സോഷ്യൽ സെക്യൂരിറ്റി, ഈ ഒരു മേഖലകളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബലി നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു പേടി വന്നിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇന്റർനാഷണൽ ലോസിനൊന്നും ഒരു തരത്തിലുള്ള വിലയും അമേരിക്ക കൊടുക്കുന്നില്ല, അമേരിക്കയല്ല ട്രംപ് കൊടുക്കുന്നില്ല. ഇതെല്ലാം ഇന്റർനാഷണൽ ലോസിനെ വയലേറ്റ് ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിനെ വീക്ക് ആക്കുന്നത് പോലെയാണല്ലേ. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു അറ്റാക്ക് ഒരു തരത്തിലും ഡ്രഗ്സിന്റെ പേരിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഫെന്റനിൽ എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ് വരുന്നത് വെനസ്വേലയിൽ നിന്നല്ല, അതിൽ അമേരിക്കയുടെ ഫണ്ടിങ് ഉണ്ട്. ഓക്കെ, പെൻസിൽവാനിയ പോലെയുള്ള ചില സ്റ്റേറ്റ്സിൽ നമുക്കിത് കാണാൻ സാധിക്കും, ഓപ്പൺ ആയിട്ട് ഇവർ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പോലീസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരത് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഡെമോക്രസിയുടെ കാര്യം, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് അബൌട്ട് ദിസ് ഡെമോക്രസി ഓർ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് പവർ. ഓക്കെ, നിങ്ങളിൽ പവർ ഉണ്ടോ, നിങ്ങൾക്ക് അത്രയും മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ടോ, ആൾക്കാരെല്ലാം നിങ്ങളെ പേടിക്കണം എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പവർ, കൺട്രോൾ ആൻഡ് റിസോഴ്സസ്. ചരിത്രം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും യുദ്ധം കൊണ്ട് നമുക്ക് സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഓക്കെ, വാർ ഡസ് നോട്ട് ബ്രിങ് പീസ്. പിന്നെ ഇങ്ങനെ ഒരു മിലിറ്ററി ആക്ഷൻ കൊണ്ട് ഒരു ഡ്രഗ് ഇഷ്യൂ ഒക്കെ തടയാന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്നൊരു കാര്യമല്ല. പിന്നെ വയലൻസ് ഒരിക്കലും, വയലൻസ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ജസ്റ്റിസ്, റൈറ്റ്? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച് തീർക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലോസ് ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ ആ രാജ്യത്തിന്റെ ആ ഒരു സോവറിനിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ന്യൂസ്. സോ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം ഇനി. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.